ആമസോൺ അണ്ണന്മാരാണെങ്കിൽ ഇനി എല്ലാവരെയും കടത്തി വിട്ടുള്ളൂ. മെറ്റേനെ ആണെങ്കിലും ഗൂഗിളിനെ ആണെങ്കിലും മൈക്രോസോഫ്റ്റിനാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു പരിപാടി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ 2030 ആകുമ്പോഴത്തേനും ഏകദേശം $17 ബില്യണോളം ഡോളേഴ്സാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എസ്പെഷ്യലി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് AWSലാണ്. ആ ഒരു AWSൻ്റെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഏകദേശം ഇനി $12.7 ബില്യൺ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം $3.7 ബില്യൺ അവർ ആക്ച്വലി ഒരു $4 ബില്യൺ അടുത്തോളം അവർ ആക്ച്വലി ഇന്ത്യയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി മുംബൈയിലും അതേപോലെ തന്നെ ഹൈദരാബാദിലും ഒക്കെയുള്ള ആ ഒരു ഡാറ്റാ സെൻറ്റേഴ്സ് AWSൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ഇനിയും അവർക്ക് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആകണം. കാരണം നമ്മുടെ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി നമ്മുടെ ഇന്ത്യയാണ്. എല്ലായിടത്തും ഗൂഗിൾ പേ, ഇപ്പം നമ്മൾ ചെറിയ കടകളിൽ വരെ ഗൂഗിൾ പേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൂഗിൾ പേ എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ സിമ്പിളാണ്. പരിപാടി ക്ലൗഡിലാണ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനാൽ തന്നെ ക്ലൗഡിൽ കുറച്ചും കൂടെ സെക്യൂരിറ്റി പരിപാടി എല്ലാം റെഡിയാക്കുകയും ചെയ്യണം. അപ്പോൾ AWS ആ ഒരു ലെവലിൽ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്യും. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ തന്നെ ഏകദേശം 1 ലക്ഷത്തിന് മുകളിലേക്കാണ് ജോബ് വേക്കൻസീസ് എല്ലാം വരുന്നത്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, ടെലികമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും മെയിൻ്റെനൻസ് ആണെങ്കിലും ഇങ്ങനെ പല രീതിയിലും നല്ല രീതിയിൽ ജോബ് ഓപ്പണിംഗ് വരാൻ പോകുന്നുണ്ട്. ഇപ്പം അവന്മാർ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ചെറിയൊരു ചർച്ചയിലാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി.